ഹലോ ഫ്രണ്ട്സ്, ഞാൻ മുഹമ്മദ് ഷാഫി. ടോക്സ് വിത്ത് ഷാഫിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ശ്വേതാ മേനോനെതിരായ കേസ്, അടുത്തത് കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലേക്ക് മത്സരിക്കുന്ന സാന്ദ്ര തോമസിന്റെ പത്രിക തള്ളിയ കേസ്. ഈ രണ്ട് കാര്യങ്ങളും ഇന്ന് സോഷ്യൽ മീഡിയയിൽ സജീവമായി ചർച്ച ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ് ഇത് ചർച്ച ചെയ്യുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് വനിതകളാണ്. നമുക്കറിയാം, കുറെ കാലമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ളത്. അതിന്റെ പിന്നിൽ മോഹൻലാലും മമ്മൂട്ടിയും ആണെന്നും പറയുന്നുണ്ട്. രണ്ട് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകും. കാരണം ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലേക്ക് മത്സരിക്കുന്ന സാന്ദ്ര തോമസിന്റെ പത്രിക തള്ളിയത് ചെറിയൊരു സാങ്കേതിക പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ്. അവിടെ ഇരിക്കുന്ന ഒരാളുടെ പോലും മെമ്പർഷിപ്പ് ഡോക്യുമെന്റ്സ് ചെക്ക് ചെയ്യാതെ സാന്ദ്രയുടെ മാത്രം ചെക്ക് ചെയ്യുകയും അതിൽ ചെറിയൊരു പിഴവ് ചൂണ്ടിക്കാട്ടി ആ പത്രിക തള്ളി. സാന്ദ്ര യോഗത്തിൽ വെല്ലുവിളിക്കുന്നുണ്ട്, ധൈര്യമുണ്ടെങ്കിൽ എന്നെ മത്സരിച്ച് തോപ്പിക്കേ, ഇതൊക്കെ നാണം കെട്ട പരിപാടിയാണെന്ന് അവർ പറയുന്നുണ്ട്. അവർ കാര്യങ്ങൾ സംസാരിക്കുന്നത് ബോൾഡായിട്ടാണ്. അവർക്കെതിരെ സംസാരിക്കുന്ന ഒരാൾ പോലും പറയുന്നത് വസ്തുത അല്ല എന്ന് നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും. ശ്വേതാ മേനോൻ അഭിനയിച്ച 4 ചിത്രങ്ങൾ അശ്ലീല കണ്ടന്റ് ഉണ്ടെന്ന് കാട്ടി മാർട്ടിൻ മേനച്ചേരി എന്നൊരു പൊതുപ്രവർത്തകനാണ് പരാതി കൊടുത്തിരിക്കുന്നത്. കോടതി ഉത്തരവിട്ടാൽ പോലീസിന് കേസെടുക്കാതെ നിവർത്തിയില്ലെന്നാണ് സെൻട്രൽ SP പറഞ്ഞിരിക്കുന്നത്. IT നിയമത്തിലെ 67A പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. പാലേരി മാണിക്യം, രതി നിർവേദം, ശ്വേതയുടെ പ്രസവം കാണിക്കുന്ന ബ്ലസ്സിയുടെ സിനിമ, കളിമണ്ണ്, പിന്നെ ഒരു ഗർഭനിരോധന ഉറയുടെ പരസ്യം, ഇതൊക്കെ കൊച്ചു കുട്ടികളടക്കം കണ്ടിട്ടുണ്ടെന്നും ഇപ്പോഴും അത് സോഷ്യൽ മീഡിയയിൽ സജീവമാണെന്നും ആ പരാതിയിൽ പറയുന്നു. ചിത്രങ്ങൾ ഇറങ്ങിയിട്ട് എത്രയോ കാലങ്ങളായി. അന്നൊന്നും കൊടുക്കാത്ത പരാതി ശ്വേതാ മേനോൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന സമയത്ത് കൊടുത്തത് ആരുടെയൊക്കെയോ നിർദ്ദേശപ്രകാരമാണ്. അതാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. അവർ ഒരു അശ്ലീല ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ടോ? അത് കുട്ടികൾ കണ്ടാൽ പ്രശ്നമാകുമോ? അതൊക്കെ വേറൊരു വിഷയമാണ്. പക്ഷെ ഇവിടെ സ്ത്രീകളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നതാണ് ചോദ്യം ചെയ്യുന്നത്. അവർക്കെതിരെയാണ് എല്ലാവരും രംഗത്ത് വന്നിരിക്കുന്നത്. നമുക്കറിയാം, സിനിമയിൽ ഒരുപാട് മാഫിയകളുണ്ട്. അതിന്റെ പിന്നിൽ ഒരുപാട് മയക്കുമരുന്ന് സംഘങ്ങളുണ്ട്. കോടികളുടെ ബിസിനസ്സാണ് സിനിമയുടെ പിന്നാമ്പുറത്ത് നടക്കുന്നത്. പല ആൾക്കാരും സിനിമയെ സമീപിക്കുമ്പോൾ അവരെ ശാരീരികമായും മാനസികമായും ഉപയോഗപ്പെടുത്തുക, പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ ഭീഷണിപ്പെടുത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നടക്കുന്നുണ്ടാകും. അതിനെതിരെ ഏതെങ്കിലും സ്ത്രീകൾ ഉയർന്ന സ്ഥാനത്ത് വരുമ്പോഴാണ് സ്ത്രീകൾക്ക് തന്നെ അവിടെ പോയി പരാതി പറയാൻ പറ്റുകയുള്ളൂ. നമ്മുടെ രാജ്യത്ത് ഒരു രാഷ്ട്രപതി പോലും സ്ത്രീയാണല്ലേ. ആ ഒരു സമയത്ത് ഒരു സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു സ്ത്രീ മത്സരിക്കുന്നു എന്നറിയുമ്പോൾ ചിലർക്കത് കൊള്ളുകയും അവരുടെയൊക്കെ കള്ളത്തരങ്ങൾ പൊളിഞ്ഞു വീഴുമോ, അല്ലെങ്കിൽ വെളിയിൽ വന്നാലോ എന്ന് പേടിച്ചിട്ടായിരിക്കും അവർ ചിലപ്പോൾ ഇത്തരത്തിലുള്ള കളികളൊക്കെ കളിക്കുന്നത്. പോലീസ് തള്ളിയ കേസാണ്. വീണ്ടും പരാതിക്കാരൻ കോടതിയിൽ പോയി അതിനുള്ള ഉത്തരവ് മേടിക്കുകയായിരുന്നു. എന്തു വന്നാലും വേണ്ടില്ല, ശ്വേതാ മേനോൻ മത്സരിക്കാൻ പാടില്ല. ഇത് ആരുടെ ഉത്തരവാണ്? അതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ഓരോ സ്ഥാനമാനത്തും 10ഉം 20ഉം വർഷമായി ഒരാൾ തന്നെ ഇരിക്കുക. അവർ നടത്തുന്ന അഴിമതിയെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ ഉടനെ പുറത്താക്കുക. ഇതൊരിക്കലും ഇത്തരത്തിലുള്ള സംഘടനകൾ മാത്രമല്ല, മതത്തിന്റെ പേരിൽ പോലും ഇത്തരത്തിലുള്ള മാടമ്പിത്തരം പലരും കാണിക്കുന്നുണ്ട്. സാന്ദ്ര തോമസിനെ മമ്മൂട്ടി വിളിക്കുകയും 45 മിനിറ്റോളം സംസാരിക്കുകയും ചെയ്തു എന്നാണ് സാന്ദ്ര തോമസ് പറയുന്നത്. അതിൽ മമ്മൂട്ടി പറയുന്നത് കേസിൽ നിന്ന് സാന്ദ്ര പിന്മാറണം. പക്ഷെ സാന്ദ്ര തിരിച്ചു ചോദിക്കുന്നുണ്ട്, മമ്മൂട്ടിയുടെ മകൾക്കാണ് ഈ ഒരു ഗതി വന്നതെങ്കിൽ മമ്മൂട്ടി കേസൊന്നും കൊടുക്കാതെ പിന്നോട്ട് പോകുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിൽ ഉത്തരം മുട്ടുകയും എങ്കിൽ പിന്നെ സാന്ദ്രയുടെ ഇഷ്ടം എന്ന് പറഞ്ഞ് ഫോൺ ഓഫ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. മമ്മൂട്ടി നേരത്തെ പറഞ്ഞതുപോലെ സാന്ദ്രയുടെ ഒരു പടത്തിൽ നിന്ന് പിന്മാറുന്നുമുണ്ട്. ചിലപ്പോൾ ആരുടെയെങ്കിലും നിർദ്ദേശപ്രകാരമായിരിക്കും മമ്മൂട്ടി വിളിച്ചത്. എന്തായാലും ശരി, ഈ ഒരു സമയത്ത് ആ ഒരു മകളുടെ പ്രായമുള്ള സ്ത്രീക്ക് പിന്തുണ കൊടുക്കുന്നതിന് പകരം അവരെ വിളിച്ച് നിരാശപ്പെടുത്തിയത് ഒരിക്കലും ഒരു ശരിയായിട്ടുള്ള കാര്യമായിട്ട് തോന്നുന്നില്ല. മമ്മൂട്ടി എപ്പോഴും ഇത്തരത്തിലുള്ള സ്ഥാനമാനങ്ങളിൽ നിന്നും വിവാദങ്ങളിൽ നിന്നും മറ്റുള്ള ബഹളത്തിൽ നിന്നും എപ്പോഴും മാറി നിൽക്കുന്ന ഒരാളാണ്. സിനിമയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും തന്റെ കഥാപാത്രങ്ങളെ മികച്ച രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്ന നടനാണ് മമ്മൂട്ടി. അദ്ദേഹം ചിലപ്പോൾ തന്റെ സുഹൃത്തുക്കളായ ആരുടെയെങ്കിലും നിർദ്ദേശപ്രകാരം വിളിച്ചതായിരിക്കാം. അദ്ദേഹത്തിന്റെ സിറ്റുവേഷൻ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. എന്തായാലും ശരി, ഇത്തരത്തിലുള്ള സ്ത്രീ മുന്നേറ്റം വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പല സ്ത്രീകളുടെയും മാനവും മര്യാദയും കളഞ്ഞിട്ടുള്ള മേഖലയാണ് മലയാള സിനിമ. അതുപോലെ തന്നെ പല ആളുകളുടെയും സ്വപ്നങ്ങൾക്ക് ചിറക് വിടർത്തുകയും ഒരുപാട് ഉയരങ്ങളിൽ എത്തിപ്പെട്ടവരുമുണ്ട്. എന്തായാലും ശരി, ഈ വീഡിയോയിൽ കൂടി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് പറയാനായിട്ട് ഉദ്ദേശിച്ചത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.